നീ ഇതുവരെ തുടങ്ങിയില്ലേ? വേഗം ആവട്ടെ. എടാ ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ലടാ. മച്ചാ വെയിറ്റ് പண்றா, നീ പൊറുമയാ എഴുതുറാ. ലവ് ലെറ്റർ ഒക്കെ ഇച്ചിരി ക്രിഞ്ചല്ലേ? സിഗ്മ കളിച്ച് കിടന്ന ഇതൊന്നും നടക്കൂല അളിയ. അതായത് ഡേയ് ഒന്നും മിണ്ടായിരിക്കടാ, ഞാൻ ഒന്ന് തുടങ്ങട്ട്. അല്ലെങ്കിൽ തന്നെ എത്ര നാളായി, കഴിഞ്ഞ വർഷവും നടന്നില്ല. ഓരോ ഓട്ടവും ഓരോ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇപ്രാവശ്യം അവൾ അറിയും, ഞാൻ പറഞ്ഞിരിക്കും. പ്രിയപ്പെട്ട ശ്രുതി, എവിടുന്ന് തുടങ്ങും? ആൽത്തറ. ആ ആ അതുകൊണ്ട് അല്ലേ ബീച്ച് വെച്ചായാല? വേണ്ട, വെട്ട്. സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പ്, അത് കറക്റ്റാ. ഷോ വേണ്ട, പപ്പ. പിന്നെ എവിടെയാടാ? യെസ്, അവിടെ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത്. ദ മൊമെന്റ് ദാറ്റ് സ്റ്റേഡ് വിത്ത് മീ എവർ സിൻസ്. ഇങ്ങോട്ട് വന്നോൾ, കനവിൽ കണ്ടോള്, നെഞ്ചിൽ നിന്നോൾ, പ്രണയം തന്നോള്. പല നാളായി കാണുന്നേ, കനവിൽ കണ്ടോളോളെ, പലരും തേടുന്നോളെ, പതിവായി ഞാൻ നിന്നെ കാണാൻ വന്നെന്നെ. പ്രേമം ക്രിഞ്ച്. മച്ചാ ലവ്നാലേ ക്രിഞ്ച് താണ്ടാ. പിന്നെ അങ്ങോട്ട് നീ അറിയാതെ നിന്റെ പുറകെ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പോകുന്നുവോ അത് വേണ്ട. അത് ശരിയാ, അത് വേണം. എന്നാ പിന്നെ ബീച്ച് പിടിക്കാം. കണ്ണീരിലോ തേടും നാളുകൾ കാണാതെ പോകുന്നു. അന്ന് നീ തിരിഞ്ഞു നോക്കിയ ആ നോട്ടം, എന്റെ സാറേ, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റിയില്ല. மச்சா அந்த நெவும்போலி படம் இருக்குல்ல ஒண்ணு, അല്ലടാ അവള് പോയി പറ. അല്ല പറയാ, നീ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോ? അവളോട് അറിയണ്ടേ? നീ പയ്യെ പറ. പക്ഷെ അവള് അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, പോയി പറ. നീ എങ്ങനെ പറയും? അതിനൊരു വഴി ഉണ്ടാക്കാം, അതൊക്കെ സെറ്റാക്കാം. ഈ കാറ്റിൽ തൂവലായി പാറുകില്ലേ എൻ ജീവൻ. അങ്ങനെ അവൻ പറഞ്ഞതും കേട്ട് ഇല്ലാത്ത ധൈര്യം സമ്മതിച്ച നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ച്. പക്ഷേ അന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ കോമഡി ആണേലും അന്ന് നിന്റെ പപ്പ കണ്ടു കാണുമെന്ന് ആലോചിച്ചടിച്ച് ടെൻഷൻ ഉണ്ടല്ലോ എന്റെ അളിയാ.
ജസ്റ്റ് മിസ്. ഇപ്പൊ കിട്ടിയാറെണ്ണം. ഷേ, അവളെ പപ്പ കുറച്ചൊന്ന് ലേറ്റായിട്ട് വന്നിരുന്നെങ്കിൽ. എന്നെ കണ്ടു കാണും. അവളെ പപ്പയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവക്കെന്നെ അറിയത്തുകൂടില്ല. ഇനി എങ്ങാനും ചെന്ന് പറയുമ്പോ ഏയ് അങ്ങനെ ചെയ്യൂല. അവളല്ലേ. പറയളിയ, അത് ഉറപ്പാണല്ലോ. ഓ സെറ്റ്. ഓക്കെ നാളെ. ശരിക്കും നീ ഇന്നലെ അവളെയാണോ അത് അവളെ അച്ഛനാണോ പ്രപ്പോസ് ചെയ്യാൻ പോയെ? അളിയ, ഇന്ന് ഞാൻ പറഞ്ഞിരിക്കും ഉറപ്പ്. ഈ ഫെബ്രുവരി 14 ഞാൻ സെറ്റ് ആയിരിക്കും. ദോ വന്നു. അന്ന് നിന്റെ അടുത്ത് എന്തായാലും പറയണമെന്ന് വിചാരിച്ച. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ച കാരണം നിന്നെ കാണാനോ ഒന്നും പറയാനോ ഒരു അവസരം കിട്ടൂലെന്ന് വിചാരിച്ച. പക്ഷെ ഇന്നെനിക്ക് പറയാം, ഐ ലവ് യു. നിർത്ത്. കത്തോ? ചേച്ചി, വിടറ മച്ചാ, പാത്തുக்கலாம் ഇതുക്കെല്ലാം അറിയാനാ എപ്പിടാ? കുഴപ്പമില്ലടാ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അടുത്ത വർഷം ഫെബ്രുവരി 14 ഉണ്ടല്ലോ, നമുക്ക് അപ്പം നോക്കാം. ചേച്ചി ഒന്ന് വാ. എന്താ ചേച്ചി, ഇവിടെ ഒരുത്തൻ. എവിടെ? അല്ല ഇവിടെ അവൻ കത്തും പോവും. കത്തോ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നതാ. നീ ഒന്ന് പോയാ, എനിക്ക് വേറെ ജോലി. ചേച്ചി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പോവാ. അല്ല, അടുത്ത നമുക്ക് അവനോട് പോവാം. അതിലെനിക്കൊരു ഹോപ്പുണ്ട്. ഇവനൊന്നും ജീവിച്ചിരുന്ന പെണ്ണ് കിട്ടിയില്ല, പിന്നെയാണ് ചത്തിട്ട്. എടാ, വെറുതെ എന്തിനാടാ അവന്റെ ഹോപ്പ് കളയുന്നത്? അല്ല, പറഞ്ഞ പോലെ നീ എങ്ങനെയാണ് മരിച്ചത്? கண்ணே உன் பார்வை போதும், உயிரே உன் பாசம் போதும், நினவே உன் வார்த்தை போதும், அழகே உன் காதல். ഏറ്റവും വിഷമം വരുന്ന കാര്യം എന്താണെന്നറിയോ? ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഷീ ഡോണ്ട് ഈവൻ നോ മീ. മേ ബി ഒരിക്കലും അവൾ അറിയാനും ചാൻസ് ഇല്ല.